ഞാൻ അവരിനെക്കാട്ടും ഒരു പടി മുന്നിലാണ്. പടച്ചോന്റെ അടുത്ത് ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്. കാരണം ഞാനൊരു യൂട്യൂബറാണ്. എന്റെ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും. ഒരു യൂട്യൂബ് ഒരു സിനിമയിൽ ചാൻസ് കിട്ടി. ഒരു മോതിരം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മോതിരം ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്താ ചെയ്യാ? ഞാന് ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. ഇന്നിപ്പോ ഇതാ മണ്ണാർക്കാടാണ്. നമ്മുടെ സബ്സ്ക്രൈബർ താത്താന്റെ വീട്ടിലാണ്. മണ്ണാർക്കാടുണ്ട്, മക്കള് വീട്ടിലുണ്ട്, ഷിബുട്ടിയുണ്ട്, എല്ലാരും ഉണ്ട്. നാളെയും മറ്റന്നൊക്കെ സ്കൂള് ലീവാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാരും ചോദിച്ചു മക്കളുടെ അടുത്ത് ആരാ മക്കൾ. എനിക്കും മക്കൾക്കും ആരുമില്ല. എനിക്ക് എന്റെ മക്കളും മക്കൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അവരുടെ ഉപ്പയും ഞാനാണ്, ഉമ്മയും ഞാനാണ്. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ എന്റെ മോനെ ഷിബുട്ടിനെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയത് കൊണ്ട് തന്നെ എന്റെ മോന് നോക്കിക്കോളും. അതെനിക്ക് വിശ്വാസമാണ്. എന്റെ മോൻ എന്റെ കുട്ടികളെ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ വിട്ടിട്ട് വരികയാണ്. ഓൻ യൂട്യൂബിൽ ആരൊക്കെ എന്നെ തെറി വിളിക്കുന്നുണ്ടോ, ആരൊക്കെ എനിക്കെതിരെ വീഡിയോ എടുക്കുന്നുണ്ടോ, ഇടുന്നുണ്ടോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. മറുപടി ഇപ്പൊ ഞാൻ അതിനൊന്നും അല്ല, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ അല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ മക്കളുടെ എഡ്യൂക്കേഷൻ എന്റെ ലക്ഷ്യമാണ്. എന്റെ മക്കളെ വളർത്തൽ എന്റെ ലക്ഷ്യമാണ്. എനിക്കൊരു ബിസിനസ് എന്റെ ലക്ഷ്യമാണ്. അതിൽ പൈസ ഉണ്ടാക്കൽ എന്റെ ലക്ഷ്യമാണ്. അതിലൊരു സ്ഥലം മേടിക്കല്, വീട് വെക്കൽ എന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ പറയുന്ന തെണ്ടികളുടെ കമന്റ് എനിക്ക് നോക്കാൻ വയ്യ. ഈ പറയുന്ന ആൾക്കാരുടെ അസൂയക്ക് കൈയും കാലും പിടിച്ച ജന്മങ്ങളുടെ മെസ്സേജുകൾ എനിക്ക് വായിക്കാൻ വയ്യ. എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരുടെ പിന്നാലെ എനിക്ക് ഓടാനുള്ള ടൈമില്ല. കാരണം ഓടാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പേടിച്ചിട്ടോ വേറുള്ളതോ അല്ല, ഓടാനുള്ള ടൈം എനിക്കില്ല. എന്താ പറയുക, ടൈം മുഖ്യം ബിഗിലെ സമയം ഇന്ന് കഴിഞ്ഞു. ഇതൊന്നും പിന്നാലെ ഞാൻ പോവാത്തത്. അതും കൂടി ഒന്ന് ആലോചിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, എന്റെ പിന്നിൽ നിന്ന് എന്നെ കുറ്റം പറയുന്നവര് ഞാൻ അവരിനെക്കാട്ടും ഒരു പടി മുന്നിലാണ്. പടച്ചോന്റെ അടുത്ത് ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്. അതെന്റെ സാമർത്ഥ്യം തന്നെയാണ്. അതെനിക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കണം എന്നുള്ള ഒരു വാശി എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, അത് പടച്ചോൻ തന്നൊരു അനുഗ്രഹമാണ്. 5 മക്കൾ എന്റെ അനുഗ്രഹമാണ്. എന്റെ ഇക്ക എന്റെ അനുഗ്രഹമായിരുന്നു. അത് 15 കൊല്ലം എന്റെ ഇക്ക എനിക്ക് അനുഗ്രഹമായിരുന്നു. എന്റെ മക്കൾ 5 എനിക്ക് അനുഗ്രഹമായിരുന്നു. ആ മനുഷ്യന്റെ കൂടെ 15 കൊല്ലം ജീവിച്ചത് എന്റെ അനുഗ്രഹമാണ്. പടച്ചോൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. അപ്പൊ ഞാൻ അതെന്റെ പടച്ചോനിലേക്ക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കുറ്റം പറയും, നിങ്ങൾ എന്നെ തെറി വിളിക്കും, നിങ്ങൾ എന്നെ വേറുള്ളത് ചെയ്യും, എല്ലാം പടച്ചോൻ കാണുന്നുണ്ട്. അതിലും വലിയൊരു ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ. പടച്ചോനെക്കാളും വലിയൊരു പടപ്പുകൾ ഇവിടെ ഇല്ലല്ലോ. പടപ്പുകളിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പടച്ചോനെ പേടിച്ചാൽ മതി. പിന്നെ നീ പടച്ചോനെ പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു യൂട്യൂബറാണ്. എന്റെ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, വേറുള്ളതുണ്ടാവും. ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറെ ചെയ്യും. എന്താ ഇപ്പൊ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി, അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. അതെന്താ ചെയ്യാ? അഭിനയിക്കുന്ന വേണം. എനിക്ക് പൈസ അല്ലേ വലുത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്ന വേണം. അതൊരു തെറ്റാണെന്ന് എന്റെ പടച്ചോൻ എനിക്ക് പറയുന്നില്ല. അതെന്റെ ജീവിത മാർഗ്ഗമാണ്. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ പല നടന്മാരും അഭിനയിക്കുന്നുണ്ട്. എത്രയോ മുസ്ലിം നടിമാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഐത്യവും വേറുള്ളതും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാ നിങ്ങൾ വെച്ചിരിക്കുന്നത്? അതെനിക്ക് അറിയില്ല. പിന്നെ എന്റെ ഏജ് 10 32 വയസ്സ്, 33 വയസ്സായിട്ടുള്ളൂ.